കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഹരിയാനക്കാരൻ നമ്മുടെ അമേരിക്കയിലിരുന്നുകൊണ്ട് ഉണ്ടാക്കി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്ന ന്യൂജൻ പാർട്ടി ഇന്ന് അവരുടെ ആദ്യത്തെ സംഘടിത സമരം ഡൽഹി ജന്തർ മന്ദറിൽ നടന്നു. അപ്പോൾ അഭിജിത്ത് ദീപ്കെ ഇതിനായിട്ട് അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ആവശ്യം ഇതാണ്: ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ആം ആദ്മി പാർട്ടി ആണ് സമാനമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് മുമ്പുള്ളൊരു സമരം, അത് ജന്തർ മന്ദറിലായിരുന്നു. അതെ, അതിനോട് അനുബന്ധിച്ചൊരു മൂവ്മെന്റ് ആയിട്ട് ഇത് മാറുമെന്നൊക്കെ ആയിരുന്നു പൊതുവെ ഉള്ള വിലയിരുത്തൽ. പക്ഷേ വിമാനത്താവളത്തിൽ ഇദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയ സ്ഥാപക നേതാവ് വന്നിറങ്ങിയത് മുതൽ തന്നെ ഒരു തരത്തിലുള്ള സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. അതായത് ആള് കൂടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാപക പ്രതിഷേധം ഈ CJP ആയിട്ട് തുടങ്ങി വെച്ചല്ലോ. അപ്പോൾ ഉയർന്ന ഒരു വലിയ ആരോപണം എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് മുഴുവൻ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനി എന്നുള്ള ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഇതിനെ പ്രതിരോധിച്ചിരുന്നത് ഇതിൽ പാകിസ്ഥാനികളില്ല, ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കേരളത്തിൽ വരെയുണ്ട് ഇതിൻ്റെ നേതാക്കൾ. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഈ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് നമുക്ക് ഈ ആക്ടിവിസം നടത്താം. പക്ഷേ ഇത് ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, ഇവർ ഈ വിർച്വൽ ലോകത്തു നിന്ന് ഇറങ്ങി റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇതിനാളെ കിട്ടിയില്ല എന്ന് കരുതുക. അതുമാത്രമല്ല, ഇവിടുത്തെ ഇന്ത്യയിലെ ഭരണപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു ഇതാണല്ലോ. പക്ഷേ പ്രതിപക്ഷമാണല്ലോ നമ്മൾ കാണേണ്ടത്, കോൺഗ്രസ് പാർട്ടി. മുമ്പൊക്കെ ഇത്തരം കേന്ദ്ര സർക്കാരിനെതിരെ ആര് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നാലും ഈ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുമായിരുന്നു. അപ്പോൾ അവർ തന്നെ ഒരു ഓളം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഈ ഓളത്തിൻ്റെ പുറത്തുകൂടെ ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓളം പ്രതിപക്ഷത്തെ ബാധിക്കുന്ന തരത്തിലേക്കാണ് പിന്നീട് വളർന്നതായിട്ട് കാണുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നിരയിലെ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഭരണപക്ഷത്തിന്റെ തന്ത്രമാണിതെന്ന് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ഇതിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ CJP എന്ന് പറയുന്ന മൂവ്മെന്റിന് കോൺഗ്രസ് കൈയഴിച്ച് പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ ഇതൊരു BJP സ്പോൺസേഡ് സാധനമാണെന്ന് അവരും പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെ നിങ്ങൾ കരുതലോടെ എടുക്കണം. ഇത് യഥാർത്ഥ പ്രതിപക്ഷ സ്വഭാവമുള്ളതല്ല. ഇത് പ്രതിപക്ഷത്തിന്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കാനുള്ള, വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അല്ല. ഇതിനകത്ത് ഇപ്പം നമ്മൾ പറയുന്നു എത്ര 2.5 കോടി ഫോളോവേഴ്സ്, 3 കോടി ഫോളോവേഴ്സ്. ഇതിൽ എത്ര പേർക്ക് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയാം? ഇത് എന്താണ് സംഭവം ആർക്കും അറിയില്ല. എല്ലാവരും പറയുന്നു പാർട്ടി പാർട്ടി, ഓക്കെ ഞങ്ങളും ചെയ്യും. ഇപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി രൂപീകരിച്ചു, കുറച്ചു കാലം ഡൽഹിയിൽ ഭരിച്ചു. പക്ഷെ അതിന്റെ ദോഷം ഉണ്ടായത് കോൺഗ്രസിന് മാത്രമാണ്. ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരിക്കുമ്പോൾ പോലും എല്ലാ ലോക്സഭാ സീറ്റിലും ജയിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, BJP ആണ്. 7 ലോക്സഭാ സീറ്റിലും BJP ജയിച്ചു. അത് മാത്രമല്ല, കോൺഗ്രസ് അവിടെ ഇല്ലാതായി. ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന ആള് അവരെ പുറത്താക്കാൻ വേണ്ടിയാണല്ലോ കോൺഗ്രസ് ഇല്ലാതായപ്പോ എന്ത് പറ്റിയെന്ന് അറിയാമോ? BJP പിടിച്ചു. ഡൽഹി BJP പിടിച്ചു. അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. രണ്ട് ടേം ആം ആദ്മിക്ക് കൊടുക്കുന്നു. അപ്പോഴും ആം ആദ്മി പിടിക്കുന്നതിന് ബാക്കി സീറ്റ് മുഴുവൻ BJPയുടെ ആയിരുന്നു. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും, ഇത്രയും ഭൂരിപക്ഷത്തിൽ ഒരു സീറ്റ് പോലും ഡൽഹി ഭരിക്കുന്ന ആം ആദ്മിക്ക് കിട്ടുന്നില്ല. അവര് ഭംഗിയായിട്ട് അത് ചൂഷണം ചെയ്തു. ആരാ ഇപ്പൊ മാത്രമല്ല, അവരെല്ലാം കൂട്ടത്തോടെ BJPയിലോട്ട് ചേരുകയും. അത് ഈ CJP എന്ന് പറയുന്ന സംഭവം വിജയിക്കില്ല എന്ന് നമുക്കറിയാം. കുറെ ന്യൂജൻ കുട്ടികളാണ്, പണ്ട് ഓർക്കുന്നുണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കോൺഗ്രസ് വളരെ കരുതലെടുത്തു, ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. സപ്പോർട്ട് ചെയ്ത് മാത്രമല്ല, അവർ മറുപ്രചാരണം നടത്തിയിരുന്നത് BJPയിലാണ്. BJPക്കാരും ഇതിനെതിരായ നിലപാടെടുത്തു. അങ്ങനെ ഒരു രാഷ്ട്രീയമായി നിൽക്കുന്ന ആളുകൾ ആരും CJPക്കൊപ്പം വന്നില്ല. ഈ പറഞ്ഞ പോലെ മൊബൈലും കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ താല്പര്യം. നമ്മുടെ കേരളത്തിൽ ഇതിനൊരു ഒരു മുൻഗാമിയുണ്ട്, തൊപ്പിയുണ്ട്. പിന്നെ ഒരു രണ്ട് വണ്ടിയെ കയറി പോകുന്ന 2 ചേട്ടന്മാരുണ്ട്, 2 പിള്ളേർ. അപ്പോൾ യുവമാരെ ഒരുത്തൻ വണ്ടി മോഡിഫൈ ചെയ്തപ്പോൾ അതിനെ എതിരെ പിഴ അടച്ചു എന്നും പറഞ്ഞ് കേരളം കത്തിക്കാനായിട്ട് ഇവർ ഇറങ്ങിയായിരുന്നു. തൊപ്പിയെ പിടിച്ചപ്പോഴും കേരളം കത്തിക്കാൻ, ഈ തൊപ്പിയെ പിടിച്ചപ്പോൾ കേരളം കത്തിക്കാൻ ഇറങ്ങിയത് 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള പിള്ളേർ വരെ. അവർ വരെ ഈ ലൈവ് വന്നിട്ട് ഞങ്ങളുടെ തൊപ്പിയെ വിടറാ, നിന്നെയൊക്കെ ഞങ്ങൾ കൊല്ലുകൊള്ളാന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നടന്നുപോയി. പക്ഷേ തൊപ്പിയെ വീടിൻ്റെ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് തൊപ്പിയെ പൊക്കിക്കൊണ്ട് പോയപ്പോൾ ഒരാളും ഇല്ല ഇവരുടെ കൂടെ പോകാൻ. ഇത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഈ പാർട്ടി പാർട്ടിക്ക് സംഭവിച്ചത്. പാർട്ടി പാർട്ടിയുടെ ഒരു കാര്യമാണ്, ഇന്ന് രാവിലെ മുതൽ തന്നെ പല മലയാളം ചാനലുകളും ഫുള്ള് ഡൽഹിയിൽ നിന്ന് തത്സമയം കൊടുക്കണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ആർക്കും അവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല. കേരളത്തിലെ വാർത്തകൾ തന്നെയാണ് ഈ നിമിഷം വരെ അവർ കൂടുതലായിട്ട് കൊടുക്കുന്നത്. പറഞ്ഞു പോകുന്നു അവിടുത്തെ പ്രതിഷേധങ്ങളൊക്കെ അവര് വളരെ ക്ലോസിലാക്കിയിട്ട് പോലും അതിനകത്ത് അത്ര ഈ ജനപരില്ല. ഇവര് ആളെ കൂട്ടിയ അനുസരിച്ചാണെങ്കിൽ ഒരു 1 ലക്ഷം പേര് അവിടെ, ഒന്നല്ലെങ്കിൽ 2 ലക്ഷം പേര് കൂടണം. പക്ഷെ ഇതൊരു 500 പേരെ പോലും തികച്ചെടുക്കാൻ 2000 പേരുണ്ടാവും. പക്ഷെ അത് പോരാ, 2000 പേര് പോരാ. 2000 പേര് ഇത്തരം ഒരു സോഷ്യൽ ജനകീയ ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില്
സമരം ഇരിക്കുന്ന ആ ഒരു കക്ഷി മറ്റേ ആ ചേട്ടൻ മരിച്ച ഇപ്പോഴും അത് ആ പുള്ളി അവിടെ തന്നെ ഉണ്ട്. ആ ഒരു സോഷ്യൽ മീഡിയയിൽ ശ്രീജിത്ത് മൂവ്മെന്റ് ഉണ്ടാവുകയും അന്ന് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ തടിച്ചുകൂടിയ ജനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. സർക്കാർ അന്ന് പേടിച്ചു പോയി. ഇതിനകത്ത് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരാൾ, അയാള് ഈ ഇതുപോലെയുള്ള ലോകമെമ്പാടുമുള്ള സമരങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഹംഗേറിയൻ ഒറിജിൻ എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇന്റർനെറ്റിൽ കണ്ടിട്ടുള്ളത്. അപ്പം ആ രീതിയിലാണ് ഇതിന് ഫണ്ടിങ് ഉണ്ട് എന്നൊക്കെ ഒരു ചർച്ച. അതേപോലെ ഇതുകൊണ്ട് ഇപ്പം ഇതിന്റെ പിന്നണിയിൽ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ അക്കൗണ്ടുകൾക്കെല്ലാം റീച്ച് കൂടുകയും ഫോളോവേഴ്സ് കൂടുകയും അവരുടെ മോണിറ്റൈസേഷൻ ബെനിഫിറ്റ്സ് കൂടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അതും കൂടെ കാണണം. ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കെല്ലാം ഇനി ഇതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു പടം ഇട്ടാൽ തന്നെ ലക്ഷക്കണക്കിന്. ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആള് ഒരു IT മേഖലയിൽപ്പെട്ട ഒരാളാണ് പഠിച്ചതെന്ന് പറയുന്നത്. അതെ. അപ്പം ഇവരുടെ എന്താണ് ഇവർ ഇതിനൊരു കാരണം ഉണ്ടാക്കിയെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത്, ഹൈക്കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ഈ തൊഴിലില്ലാത്ത പാറ്റകളെ പോലെയാണ് ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, ന്യൂജൻ ചെറുപ്പക്കാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുക. ചുമ്മാ മൊബൈലും കുത്തിയിരിക്കുന്നു, 5 പൈസ പണിയില്ല, പാറ്റാക്കൂട്ടങ്ങളെ പോലെ അവിടെ ഇവിടെ നിന്ന് തിന്നു തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് ഇന്ന് സൂര്യകാന്ത് പങ്കെടുക്കുന്ന ഏതോ പരിപാടിയിൽ ഇവർ പ്രതിഷേധം ഒരു പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവരുടെ ഒരു PR വർക്കാണ്. അതായത് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്ന ഒരു സെമിനാറിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിൽ തീരെ ആളില്ല, കുറച്ചു പേരേ ഉള്ളൂ. ഞാൻ ഇത്തരം ഒരു 25-30 പേരൊക്കെ പങ്കെടുക്കുന്ന ഇത്തരം സെമിനാറുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് നാണക്കേടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് വളരെ പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരിക്കും. എന്തായാലും ഈ ഇവരുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കുക. ഇപ്പം നമുക്ക് അറിയാം, ആം ആദ്മിയുടെ രൂപീകരണ വേളയിൽ ശരിക്കും വന്നത് എല്ലാ മേഖലകളിൽ നിന്നുണ്ട്. അത് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പോലൊരു മുതിർന്ന നേതാവ് ഗാന്ധിയൻ അദ്ദേഹത്തിന്റെ പ്രഭവം കൊണ്ടാണ് അവിടെ ആള് കൂടിയത്. അത് പിന്നെ പ്രശാന്ത് ഭൂഷണും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് 10 പേര് അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആള് കൂടി. ആ ആള് കൂടിയപ്പോൾ അവിടെ ഒരു താരോദയം ഉണ്ടാവുകയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിനെ ഈ അണ്ണാ ഹസാരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ അണ്ണാ ഹസാരെ, ഇനി അരവിന്ദ് കെജ്രിവാളിനെ എല്ലാവർക്കും അറിയാവുന്ന ആളാണെന്ന് തന്നെ കരുതുക, അണ്ണാ ഹസാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകും. അങ്ങനെയാണ് അദ്ദേഹം ഒരു അനിശ്ചയത്തിനായ നേതാവായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തുടങ്ങി മാത്രമല്ല ഇതൊരു വരവായിരുന്നു. ഇദ്ദേഹത്തെ ആർക്കും അറിയത്തില്ല എന്താണ്. ഇതേപോലെ ഇതേ പരിപാടി തന്നെ കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള വലിയൊരു സെലിബ്രിറ്റി, ഞാൻ പുള്ളി ചെയ്യണമല്ലോ. ഇപ്പൊ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ ഒരാളാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആൾക്കൂട്ടം വന്നേനെ. അതെ, അത്രയും എന്താണെങ്കിലും ശരി. ഈ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ഈ പരിപാടി, അതിനകത്ത് നമ്മൾ ഈ വിർച്വൽ ലോകത്ത് കണ്ട പോലെ ഒന്നുമല്ല. യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല. ഇത് ചീറ്റിപ്പോയി എന്ന് തന്നെ വേണം. കേരളത്തിൽ എല്ലാവരും 1 ലക്ഷം പേര് പങ്കെടുക്കുമെന്നൊക്കെ. അതെ, എന്തായാലും നമ്മളെ വളരെയധികം നിരാശപ്പെടുത്തി കളഞ്ഞു. അവരുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. അതിപ്പോ എന്തായാലും അയാളിപ്പം മാറ്റും. അവരെ പ്രധാന ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുക എന്നുള്ളത്. അത്രേ ഉള്ളൂ. അത് 5 കുട്ടികളുടെ ആത്മഹത്യക്ക് മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്താണെങ്കിലും ശരി, ആ ഒരു മുന്നേറ്റം ഈ പാറ്റയെ തുടക്കത്തിൽ തന്നെ ഹിറ്റ് അടിക്കാനിരുന്നതാണ്. അതേപോലെ ഇവർ വന്നുകൊണ്ട് അതിന്റെ ഗുണം കിട്ടിയത് ധർമ്മേന്ദ്ര പ്രധാനാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയൊന്നും ആവശ്യപ്പെട്ടില്ല. കാര്യം ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടായി രാജിവെച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഇവർക്ക് പോകും. അതുകൊണ്ട് അവരും നിശബ്ദരായി. എന്തായാലും CJP ഇത് ഇപ്പൊ തുടക്കം കണ്ടിട്ട് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നു.